ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിലുള്ള ഈ സ്നാക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാളൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും. എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തോളൂ. പക്ഷെ മൈദ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മുട്ട ഇപ്പം തന്നെ ചേർക്കുന്നില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചേർത്തിട്ടില്ല മൈദയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മൈദ ചേർക്കുന്നത് ഇത് നല്ലപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഥവാ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മതിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലും ഒത്തിരി അങ്ങോട്ട് ചേർക്കുകയും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ ഒരു മുട്ട മുഴുവനായി ഒഴിക്കുന്നില്ല, അത് ശ്രദ്ധിക്കണം. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് ചേർക്കുന്നത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ, ഇനി നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കാം. കണ്ടില്ല, ഒരുപാട് ടൈറ്റൊന്നും അല്ല മാവ്, എന്നാലും നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള ആ മുട്ട ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബോൾ എടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ 4 മുട്ടയാണ് എടുത്തിട്ടില്ല, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നന്നായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മുട്ടയും പാലും കൂടി ചേർന്നിട്ടുള്ള ആ മിക്സിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നല്ലപോലെ ഞാനിതേ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു 5-6 ബോൾസ് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരു സൈഡ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്ര എണ്ണ മതി. തിരിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മേലയിൽ നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ തിരിച്ചിടുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ 2 സൈഡും അത്യാവശ്യം കളർ ആയിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. എടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചായ ഉണ്ടാക്കണ ആ ഒരു സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ, പുഴുങ്ങിയ മുട്ട കയ്യിലുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പൊ നമുക്കൊരു ലോലിപോപ്പിന്റെ ഒരു ലുക്ക് വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി വെച്ച് കൊടുക്കാം. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഇതേപോലെ തന്നെ ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കാം. ടൂത്ത് പിക്ക് വേണമെന്നൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാവും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതെ, ഇനി നമുക്ക് ഇതൊന്ന് ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ല, എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.